വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കറണ്ട് അഫയേഴ്സ് ആണ്. ഡിസംബറിലെ ആദ്യത്തെ 10 ദിവസത്തെ 1 മുതൽ 10 ദിവസം മുതലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇതിനകത്ത്. വളരെ കുറച്ച് ഇമ്പോർട്ടൻസ് എന്ന് തോന്നുന്നു കുറച്ച് കറണ്ട് അഫയേഴ്സ് മാത്രമേ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. എല്ലാവർക്കും ഉപകാരമാണെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. ഡിസംബർ 1 സംസ്ഥാനത്ത് കടലാസ് രഹിത കടുവ കണക്കെടുപ്പിന് ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പ് M-Strips. 2025 നാവികസേന ദിനാഘോഷത്തിന് വേദിയാകുന്നത് ശംഖുമുഖം തിരുവനന്തപുരത്ത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് മുഖ്യാതിഥി. അപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമുക എന്ന് എല്ലാവർക്കും അറിയാലോ. 3. സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ പരിശോധനകളിൽ ഉൽപ്പന്നങ്ങളിൽ വീണ്ടും കണ്ടെത്തിയ നിരോധിത വ്യാവസായിക മഞ്ഞച്ചായം ഒറൂമൈ O. 4. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ കോറൽ റീഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് NCRRI സ്ഥാപിക്കുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ. അടുത്തത് 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ 2025 ഫൈനൽ റൗണ്ട് മത്സരങ്ങൾക്ക് വേദിയാകുന്ന സംസ്ഥാനം ആസാം. പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം ലഭിച്ചത് കലാമണ്ഡലം ഗോപിക്ക്. ഡിസംബർ 2 ഒന്നാമത്തെ ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം 2025 ലഭിച്ചത് അർമാൻഡ് ഡ്യുപ്ലാന്റിസ്, സ്വീഡൻ പോൾ വാൾട്ട് താരമായിരുന്നു. MC ലൗലിൻ ലെവർനോർ, അമേരിക്കൻ ട്രാക്ക് താരമാണ്. 2. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻറ്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത്. 2025 മാർഗി സതി പുരസ്കാരത്തിന് അർഹനായ ഭാരതനാട്യം നർത്തകി ചിത്ര വിശ്വേശ്വരൻ. 2024 പ്രഥമ മാർഗി സതി പുരസ്കാരത്തിനർഹനായ കഥകളി മാർഗി സതിയായിരുന്നേ. അടുത്തത് 2025 ഇന്ത്യ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയറിൽ IITF പൊതുജന സമ്പർക്കത്തിനും ആശയവിനിമയത്തിനും സ്വർണ്ണ സമ്മാനം നേടിയ സംഘടന സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. ഭരണഘടനയുടെ 75ാം വാർഷികത്തിൻ്റെ സ്മരണയ്ക്കായി പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്ത് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ വഹിച്ചുകൊണ്ട് ആഴക്കടൽ മുങ്ങൽ ദൗത്യം സമുദ്രയാൻ. ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ആഴക്കടൽ മുങ്ങൽ ദൗത്യം സമുദ്രയാൻ. അടുത്തിടെ ബഹുദാരിദ്ര്യ നിരോധന ബില്ല് പാസാക്കിയ സംസ്ഥാനം ആസാം. ചൊവ്വയിൽ നിന്നും ഇടിമിന്നൽ ഏറ്റതെന്ന് സംശയിക്കുന്ന ശബ്ദം റെക്കോർഡ് ചെയ്തത് പെർസെവറൻസ് നാസ. ലോക ഭിന്നശേഷി ദിനം ഡിസംബർ 3. ദേശീയപാതകളിലെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മൊബൈൽ വഴി അപായ മുന്നറിയിപ്പുകൾ നൽകാൻ ദേശീയപാത അതോറിറ്റി ആദ്യഘട്ടത്തിൽ കരാറിലേർപ്പെട്ട ടെലികോം കമ്പനി ജിയോ. സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. 2ാം ലോകയുദ്ധത്തിൻ്റെ 80ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഫ്രഞ്ച് തപാൽ സർവീസ് ഇറക്കിയ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ഏക ഇന്ത്യൻ വംശജ നൂർ ഇനായത് ഖാൻ. അപകടത്തിൽപ്പെടുന്ന യുദ്ധവിമാനത്തിൽ നിന്നും പൈലറ്റ്മാരെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന ഇജക്ഷൻ സംവിധാനത്തിൻ്റെ പരീക്ഷണം വിജയകരമായി പരീക്ഷിച്ച സംഘടന DRDO. ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ശുദ്ധജലം പ്രകൃതിയിലേക്ക് തിരിച്ചു നൽകി ഇന്ത്യയിലെ ആദ്യ വാട്ടർ പോസിറ്റീവ് എയർപോർട്ടായി മാറിയത് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്, ന്യൂഡൽഹി.
ഡിസംബർ 4 പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡറായ ക്രിക്കറ്റ് താരം ഹർമർ പ്രീത് കൗർ 2026 ICC പുരുഷ T20 ലോകകപ്പിൻ്റെ ടൂർണമെൻറ്റിൻ്റെ അംബാസിഡറായി തിരഞ്ഞെടുത്തത്. രോഹിത് ശർമ്മ. കേരളത്തിലെ ഏതൊക്കെ പ്രധാന സ്ഥലങ്ങളുടെ പേരാണ് ചൊവ്വയിലെ ശാസ്ത്രപ്രധാനമായ ഗർത്തങ്ങൾക്ക് നൽകിയത്? വർക്കല, തുമ്പ, വലിയമല, ബേക്കൽ. പൂനെ ആസ്ട്രോഫിസിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതിലുള്ള പ്രപഞ്ചത്തിൻ്റെ താരപഥത്തിന് നൽകിയ പേര്? പൂനെ ആസ്ട്രോഫിസിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതിലുള്ള പ്രപഞ്ചത്തിൻ്റെ താരാപഥത്തിന് നൽകിയ പേര്? അളകനന്ദ. ദുർബലരായ ആദിവാസി വിഭവങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിനായുള്ള ഇന്ത്യയിലെ ഒരു സാമൂഹിക പദ്ധതി? PM ജന്മൻ. മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഓസ്കാർ അവാർഡിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ആനിമേറ്റഡ് ചിത്രം മഹാവതാർ നരസിംഹ. പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ പേരെന്തായിട്ടാണ് പുനർനാമകരണം ചെയ്തത്? സേവാ തീർത്ത്. ഡിസംബർ 5 ഇന്ത്യ തദ്ദേശീയവുമായി നിർമ്മിച്ച മൂന്നാമത് ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി INS അരിതമൻ. ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം 2025 ഡിസംബറിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗതകോടീശ്വരിയായി മാറിയത് ലുവാന ലോപ്പസ് ലാറ. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ചെയർമാനായി നിർമ്മിതനായത് വിവേക് ചതുർവേദി. കരകൗശല വിദഗ്ധരെ ആദരിക്കുന്നതിനായി ടെക്സ്റ്റൈൽ മന്ത്രാലയം ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ ലഭിച്ച മലയാളികൾ: B. രാധാകൃഷ്ണപിള്ള, വൈക്കോൽ ചിത്രരചന രംഗത്തെ മികവിന്; K. സുലൈമാൻകുട്ടി, വൈക്കോൽ കരകൗശല വിഭാഗത്തിന്റെ മികവിന്; VK ജയൻ, ടെറാക്കോട്ട ശില്പരംഗത്തെ മികവിന്. യൂറോപ്യൻ യൂണിയൻ പുതുതായി കൊണ്ടുവന്ന ഡിജിറ്റൽ സേവന നിയമം DASA പ്രകാരമുള്ള ആദ്യ പിഴ ശിക്ഷ ലഭിച്ച സാമൂഹിക മാധ്യമം X. വാർണർ ബ്രദേഴ്സും HBOയും സ്വന്തമാക്കി ഹോളിവുഡിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായി മാറിയത് നെറ്റ്ഫ്ലിക്സ്. വാർണർ ബ്രദേഴ്സും HBOയും സ്വന്തമാക്കി ഹോളിവുഡിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായി മാറിയത് നെറ്റ്ഫ്ലിക്സ്. അടുത്തത് ഡിസംബർ 6 2025 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഓവറോൾ കിരീട ജേതാക്കൾ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി. ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അല്ലെങ്കിൽ പുതുതായി അംഗമാകുന്ന രാജ്യം റഷ്യ. 2025 RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് ഉഷ ജാനകിരാമൻ. ഇന്ത്യൻ ആർമി അരുണാചൽ പ്രദേശിലെ ദിരാങ്ങിൽ ആരംഭിച്ച കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ റേഡിയോ ദിരാങ് 88.4 FM. 2025 ഡിസംബറിലെ RBIയുടെ പുതുക്കിയ റിപ്പോ നിരക്ക് 5.25%. നോട്ടയ്ക്ക് പകരമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്തിയ ബട്ടൺ എൻഡ് ബട്ടൺ. 2025 ഡിസംബറിൽ ഇന്ത്യയുമായി വിവിധ മേഖലകളിലെ സഹകരണത്തിനായി 16 കരാറുകൾ ഒപ്പുവെച്ച രാജ്യം റഷ്യ. ഡിസംബർ 7 ടെക്സ്റ്റൈൽ മേഖലയിലെ ഗവേഷണവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ടെക്സ്റാംസ് ടെക്സ്റ്റൈൽ ഫോക്കസ്ഡ് റിസർച്ച് റാംസ് അസസ്മെന്റ് മോണിറ്ററിംഗ് പ്ലാനിംഗ് ആൻഡ് സ്റ്റാർട്ടപ്പ്. അടുത്തത് 2026 ഫിഫ ലോകകപ്പ് ഭാഗ്യചിഹ്നങ്ങൾ. മേപ്പിൾ ദിഫ്മ്യൂസ് കാനഡ, സായു ദി ജാഗ്വാർ മെക്സിക്കോ, ക്ലച്ച് ദി ബാൾഡ് US. 2025 AIFF സൂപ്പർ കപ്പിൽ കിരീടം നേടിയത് FC ഗോവ ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചു.
3 സൂപ്പർ കപ്പ് കിരീടം നേടുന്ന ആദ്യ ടീം. 2025 ഡിസംബറിൽ നടന്ന ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം. ഹരി മൗ ശക്തി വേദി രാജസ്ഥാൻ. റെയിൽവേ പശ്ചാത്തലമാക്കി TD രാമകൃഷ്ണൻ എഴുതിയ നോവൽ. പച്ച മഞ്ഞ ചുവപ്പ്. 2025 ദുരന്ത നിവാരണത്തെക്കുറിച്ചുള്ള ലോക ഉച്ചകോടി നടന്നത് ഡെറാഡൂൺ. ട്രാൻസ്ഫറിംഗ് ഇന്ത്യ ഇൻറ്റു എ ലീഡിംഗ് ക്വാണ്ടം പവേർഡ് എക്കോണമി എന്ന തലക്കെട്ടിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് നീതി ആയോഗ്. ഡിസംബർ 8 സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വിതരണം ചെയ്ത് തിരിച്ചു കിട്ടിയ ഫോമുകൾ മുഴുവൻ ഡിജിറ്റൈസ് ചെയ്ത ആദ്യ ജില്ല കാസർഗോഡ്. അടുത്തത് ജപ്പാനിൽ നടക്കുന്ന 2026 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടീമിന്റെ ചെഫ് ഡി മിഷനായി നിയമിതനായത് സഹദേവ് യാദവ്. ഇന്ത്യയുടെ സഹായത്തോടെ ഭൂട്ടാനിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ചുനാൽസാങ് ചു 2. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിൽ അന്വേഷകരായ യുവജനങ്ങൾക്കായി കേരള സർക്കാർ ആരംഭിച്ച കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി പ്രജ്വല. 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ IFFKയുടെ ഉദ്ഘാടന ചിത്രമായി തിരഞ്ഞെടുത്ത സിനിമ പാലസ്റ്റീൻ 36. 2025 ഡിസംബറിൽ ഇന്ത്യയിൽ പ്രവർത്തനമാരംഭിച്ച റഷ്യൻ സർക്കാരിന്റെ ഔദ്യോഗിക TV ചാനൽ റഷ്യ ടുഡേ. അതിർത്തികളിലേക്ക് മയക്കുമരുന്ന് എത്തുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ US പ്രഖ്യാപിച്ച സൈനിക ദൗത്യം ഓപ്പറേഷൻ സതേൺ സ്പിയർ. ഫോർമുല 1 കറോട്ടോ മത്സരത്തിൽ ലോക കിരീടം നേടിയ താരം ലാൻഡോ നോറിസ്. അടുത്തത് ഡിസംബർ 9 അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം. ഡിസംബർ 9 ടൈം മാഗസിൻ CEO ഓഫ് ദി ഇയർ 2025 തിരഞ്ഞെടുത്ത ഇന്ത്യൻ വംശജൻ നീൽ മോഹൻ, യൂട്യൂബ് CEO. അന്താരാഷ്ട്ര നാണയനിധി IMFന്റെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ഫാസ്റ്റ് പേയ്മെന്റ് സിസ്റ്റം UPI ഇന്ത്യ. സാമ്പത്തിക കാരണങ്ങളാൽ പരിശീലന കേന്ദ്രങ്ങളിൽ പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പരിശീലനം നൽകാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതി സാതി. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധ സ്മാരകം നിലവിൽ വന്നത് ഗാൽവാൻ വാലി ലഡാക്ക്. വഖഫ് സ്വത്തുക്കളുടെ സമ്പൂർണ്ണ രജിസ്ട്രേഷൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടൽ UMEED യൂണിഫൈഡ് വാർഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ്. 2025 ഡിസംബറിൽ നടന്ന 67ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ ജില്ല കണ്ണൂർ. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് റിവിഷൻ 2026ന്റെ ഭാഗമായി വോട്ടേഴ്സ് ലിസ്റ്റ് 100% ഡിജിറ്റലൈസ്ഡ് ചെയ്ത ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ. അടുത്തത് ഡിസംബർ 10 ദേശീയ മനുഷ്യാവകാശ നിയമം. ഡിസംബർ 10 പ്രമേയം ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിബഡി എസെൻഷ്യൽസ്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് പ്രവർത്തനം ആരംഭിച്ചത് വാരണാസിയിൽ. നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. ജൂനിയർ ഹോക്കി ലോകകപ്പ് 2025 ജേതാക്കളായത് ജർമ്മനി. റണ്ണേഴ്സപ്പ് ആയത് സ്പെയിൻ. ഇന്ത്യക്ക് വെങ്കലം, അതായത് 3ാം സ്ഥാനം. ഫൈനലിന്റെ വേദി ചെന്നൈ. 2025 UNEP ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് അർഹനായത് സുപ്രിയ സാഹു. 2026 മുതൽ സെപ്റ്റംബർ 13 വനിതാ ജീവനക്കാരുടെ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടക. ഡൊണാൾഡ് ട്രംപ് അവന്യൂ, റെറ്റൺ ടാറ്റ റോഡ്, ഗൂഗിൾ സ്ട്രീറ്റ് തുടങ്ങിയ പേരുകളിൽ പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച നഗരം ഹൈദരാബാദ്. ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിനായുള്ള 129ാം ഭരണഘടനാ ഭേദഗതി ബില്ലും അനുബന്ധ ബില്ലും പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷൻ PP ചൗധരി.